ബാംഗ്ലൂരിന്റെ തിരക്കേറിയ ഒരു രാത്രി, മാർച്ച് മാസത്തിലെ ഒരു ചൂടേറിയ വൈകുന്നേരം. എം.ജി. റോഡിനടുത്തുള്ള ഒരു ആഡംബര ഹോട്ടലിലെ തന്റെ സ്യൂട്ടിൽ 35 വയസ്സുള്ള അരവിന്ദ് ശർമ്മ ഒറ്റയ്ക്കിരിക്കുകയാണ്. ജനലിനപ്പുറം നഗരത്തിന്റെ വെളിച്ചങ്ങൾ തിളങ്ങുന്നു. ബാംഗ്ലൂരിന്റെ ആകാശത്ത് ഉയരുന്ന ഗ്ലാസ് കെട്ടിടങ്ങൾ മിന്നിത്തിളങ്ങുന്നു. അരവിന്ദ് ഒരു വിജയകരമായ ടെക് എന്റർപ്രണറാണ്, ഒരു സ്റ്റാർട്ടപ്പ് കമ്പനിയുടെ ഉടമ. ബാംഗ്ലൂരിന്റെ ടെക് ലോകത്ത് അവന്റെ പേര് എല്ലാവർക്കും അറിയാം. പക്ഷേ എല്ലാം ഉണ്ടായിട്ടും അവന്റെ മനസ്സിൽ ഒരു ശൂന്യത. പണവും പ്രശസ്തിയും ആ ശൂന്യത നികത്തുന്നില്ല. ആ രാത്രി അരവിന്ദ് ഒരു പ്രധാന ബിസിനസ് ഡിന്നറിന് ഒരുങ്ങുകയാണ്. കോർമംഗലയിലെ ഒരു ഹൈ എൻഡ് റെസ്റ്റോറന്റിൽ മുംബൈയിൽ നിന്നും ഹൈദരാബാദിൽ നിന്നുമുള്ള വലിയ ഇൻവെസ്റ്റർമാർ വരുന്നുണ്ട്. അവർക്ക് അവനെ ഒരു സ്റ്റേബിൾ ഫാമിലി മാനായി കാണണം, കാരണം അവർ ഒരുപാട് പഴഞ്ചൻ ചിന്താഗതിക്കാരാണ്. പക്ഷേ അരവിന്ദിന് ഭാര്യയോ കാമുകിയോ ഇല്ല, ഒറ്റയ്ക്കാണ് ജീവിതം. എന്തു ചെയ്യും? അവൻ തന്റെ പേഴ്സണൽ അസിസ്റ്റന്റ് വിശാലിനെ വിളിക്കുന്നു. വിശാൽ, എനിക്കിന്നൊരു ഭാര്യ വേണം, അവൻ പറയുന്നു ഒരു പരിഭ്രമത്തോടെ. വിശാൽ ഞെട്ടി. ഭാര്യ? സർ, എന്താണ് ഉദ്ദേശിച്ചത്? അരവിന്ദ് തലയിൽ കൈവച്ചു പറഞ്ഞു, എനിക്കൊരു പെൺകുട്ടി വേണം, ഇന്നത്തെ ഡിന്നറിന് എന്റെ ഭാര്യയായി അഭിനയിക്കാൻ. ഈ ഡിന്നർ വളരെ പ്രധാനമാണ്, അവർ എന്നെ ഒരു ഫാമിലി മാനായി കാണണം. വിശാൽ ഒന്ന് ആലോചിച്ചു. പക്ഷേ ആരെ കിട്ടും സർ? അപ്പോഴാണ് ലക്ഷ്മി എന്ന 25 വയസ്സുള്ള ഒരു പെൺകുട്ടി ഹോട്ടലിന്റെ ക്ലീനിംഗ് ജോലിക്കായി ആ സ്യൂട്ടിലേക്ക് കയറിവരുന്നത്. ലക്ഷ്മി ഒരു സാധാരണ ജോലിക്കാരി, ലളിതമായ വേഷം, കണ്ണുകളിൽ ഒരു തിളക്കം, തലയിൽ ഒരു ഷാൾ. അവൾ ജോലി തുടങ്ങാൻ പോകുമ്പോൾ അരവിന്ദ് അവളെ ഒരു നോക്കി വിശാലിനോട് പറഞ്ഞു, ഇവളാണ്, ഇവൾ പെർഫെക്റ്റാണ്. വിശാൽ ഞെട്ടി. സർ, ഇവളൊരു ക്ലീനർ അല്ലേ? അരവിന്ദ് ചിരിച്ചു. അതുകൊണ്ടുതന്നെ ആർക്കും സംശയം തോന്നില്ല. കുറച്ച് മേക്ക് ഓവർ കൊടുത്താൽ ഇവളൊരു ഐഡിയൽ ഭാര്യയെപ്പോലെ തോന്നും. അരവിന്ദ് ലക്ഷ്മിയോട് സംസാരിക്കാൻ തുടങ്ങി. നിന്റെ പേരെന്താണ്? അവൾ ഒന്ന് പകച്ചു. ലക്ഷ്മി സർ. അവൻ പറഞ്ഞു, ലക്ഷ്മി, എനിക്ക് നിന്റെ ഒരു സഹായം വേണം. ഇന്നൊരു ഡിന്നറിന് നീ എന്റെ ഭാര്യയായി വരണം. ഒന്ന് അഭിനയിച്ചാൽ മതി, ഞാൻ നിനക്ക് നല്ല പ്രതിഫലം തരും. ലക്ഷ്മി ഞെട്ടി. ഞാൻ? പക്ഷെ ഞാനൊരു ക്ലീനർ മാത്രമാണ്. അരവിന്ദ് അവളെ ധൈര്യപ്പെടുത്തി. നിനക്ക് പറ്റും. ഒരു രാത്രി മാത്രം ഒന്ന് സ്മാർട്ടായി റെഡിയാകൂ. ലക്ഷ്മി ഒന്ന് ആലോചിച്ചു. അവന്റെ ശബ്ദത്തിലെ ആത്മവിശ്വാസം അവളെ സമ്മതിപ്പിച്ചു. വിശാൽ അവളെ ഹോട്ടലിന്റെ ഗ്രൗണ്ട് ഫ്ലോറിലെ ഒരു ബോട്ടിക്കിലേക്ക് കൊണ്ടുപോയി. ഒരു മനോഹരമായ നീലസാരി, മാച്ചിങ് ജ്വല്ലറി, കുറച്ച് മേക്കപ്പ്. 2 മണിക്കൂറിനുള്ളിൽ ലക്ഷ്മി മാറി ഒരു സിനിമാ നായികയെപ്പോലെ. അരവിന്ദ് അവളെ കണ്ട് അന്തം വിട്ടു. നിന്നെ ആരും ഒരു ക്ലീനറാണെന്ന് വിശ്വസിക്കില്ല, അവൻ പറഞ്ഞു. അവർ ഒരു ആഡംബര കാറിൽ ഡ്രൈവർ സന്തോഷിന്റെ ഒപ്പം കോർമംഗലയിലെ റെസ്റ്റോറന്റിലേക്ക് പോയി. വഴിയിൽ അരവിന്ദ് ലക്ഷ്മിയോട് പറഞ്ഞു, നിന്റെ പേര് ലക്ഷ്മി, എന്റെ ഭാര്യ. ഞാൻ അരവിന്ദ് ശർമ്മ. ഞങ്ങൾ 2 വർഷമായി വിവാഹിതർ, ഇന്ദിരാനഗറിൽ ഒരു വലിയ വീട്ടിൽ താമസിക്കുന്നു. കൂടുതൽ ഡീറ്റെയിൽസ് പറയേണ്ട, ഒരു സ്മൈൽ മതി. ലക്ഷ്മി ഒന്ന് തലകുലുക്കി, പക്ഷേ അവളുടെ കൈകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. റെസ്റ്റോറന്റിലെത്തിയപ്പോൾ ഒരു വലിയ പ്രൈവറ്റ് റൂമിൽ ഇൻവെസ്റ്റർമാർ കാത്തിരിക്കുകയായിരുന്നു. മുംബൈയിൽ നിന്നുള്ള ഒരു വലിയ ബിസിനസ്സുകാരൻ രാജേഷ് മെഹ്ത അവരെ സ്വാഗതം ചെയ്തു. അരവിന്ദ്, ഇതാരാണ് ഈ മനോഹരമായ സ്ത്രീ? അവൻ ചോദിച്ചു. അരവിന്ദ് ലക്ഷ്മിയെ ചേർത്തുപിടിച്ചു പറഞ്ഞു, എന്റെ ഭാര്യ ലക്ഷ്മി. ലക്ഷ്മി ഒരു പുഞ്ചിരി സമ്മാനിച്ചു. നിന്നെ കണ്ടതിൽ സന്തോഷം. ഡിന്നർ തുടങ്ങി. അരവിന്ദ് പ്രതീക്ഷിച്ചത് ലക്ഷ്മി ഒന്നും മിണ്ടാതിരിക്കുമെന്നാണ്. പക്ഷേ അവൾ എല്ലാവരെയും ഞെട്ടിച്ചു. അവൾ സ്മാർട്ടായി സംസാരിച്ചു. ഇൻവെസ്റ്റർമാരുടെ കോമഡി കേട്ട് ചിരിച്ചു. ടെക് ഇൻഡസ്ട്രിയെക്കുറിച്ച് ചെറിയ കമന്റുകൾ പറഞ്ഞു. രാജേഷ് മെഹ്ത പോലും പറഞ്ഞു, അരവിന്ദ്, നിന്റെ ഭാര്യ ഇത്ര സ്മാർട്ടാണെന്ന് പറഞ്ഞില്ലല്ലോ. അരവിന്ദ് ഒരു നുള്ളി ചിരിച്ചെങ്കിലും അവന്റെ മനസ്സിലൊരു ചോദ്യം, ഈ പെൺകുട്ടി ഇത്ര ധൈര്യവും ബുദ്ധിയും എവിടെ നിന്ന് കിട്ടി? ഡിന്നർ കഴിഞ്ഞപ്പോൾ എല്ലാവരും ലക്ഷ്മിയെ പ്രശംസിച്ചു. കാറിൽ തിരിച്ചു പോകുമ്പോൾ അരവിന്ദ് അവളോട് ചോദിച്ചു, നീ എങ്ങനെ ഇത്ര പെർഫെക്റ്റായി അഭിനയിച്ചു? ഈ കോൺഫിഡൻസ് എവിടെ നിന്ന്? ലക്ഷ്മി ഒരു ചെറു ചിരിയോടെ പറഞ്ഞു, ജീവിതം എനിക്ക് ഒരുപാട് പഠിപ്പിച്ചു. പക്ഷേ അവന് തോന്നി അവൾ എന്തോ മറയ്ക്കുന്നുണ്ട്. പിറ്റേന്ന് രാവിലെ അരവിന്ദ് തന്റെ ബല്ലറ്റിന്റെ ഓഫീസിലെ ബാൽക്കണിയിൽ കോഫി കുടിച്ചുകൊണ്ട് ലക്ഷ്മിയെക്കുറിച്ച് ആലോചിക്കുകയാണ്. രാജേഷ് മെഹ്ത വിളിച്ചു, അരവിന്ദ്, നിന്റെ ഭാര്യ അതിശയിപ്പിക്കുന്നവൾ. നമുക്ക് വീണ്ടും കാണണം. അരവിന്ദ് ചിരിച്ചെങ്കിലും അവന്റെ മനസ്സിൽ ഒരു കുറ്റബോധം. ലക്ഷ്മി അവന്റെ ഭാര്യയല്ല, അവൻ എല്ലാവരോടും കള്ളം പറഞ്ഞു. അതേസമയം ലക്ഷ്മി ഹോട്ടലിൽ തന്റെ പഴയ ജോലിയിലേക്ക് മടങ്ങി. യൂണിഫോമിൽ ഷാൾ ധരിച്ച് റൂമുകൾ വൃത്തിയാക്കുന്നു. അരവിന്ദിന് ഈ വ്യത്യാസം സഹിക്കാൻ പറ്റിയില്ല. അവൻ വിശാലിനോട് പറഞ്ഞു, ലക്ഷ്മിയെ ഇപ്പോൾ വിളിക്കൂ. ലക്ഷ്മി വന്നപ്പോൾ അവൻ ഗൗരവത്തോടെ പറഞ്ഞു, ലക്ഷ്മി, എനിക്ക് മനസ്സിലാകണം.
നിന്റെ ആ കോൺഫിഡൻസ്, ആ സംസാരം, ഇതൊക്കെ എവിടെ നിന്ന്? ലക്ഷ്മി ശാന്തമായി പറഞ്ഞു, ജീവിതം എനിക്ക് ഒരുപാട് പാഠങ്ങൾ തന്നു. അരവിന്ദ് വിട്ടില്ല. നിന്റെ സംസാരത്തിൽ ഒരു പ്രൊഫഷണലിന്റെ ടച്ചുണ്ട്. ടെക് ഇൻഡസ്ട്രിയെക്കുറിച്ച് പോലും നിനക്കറിവുണ്ട്. ലക്ഷ്മി ഒരു നിമിഷം മൗനമായി പിന്നെ പറഞ്ഞു, ഞാൻ മുമ്പ് മറ്റൊരു ജീവിതം ജീവിച്ചിരുന്നു. ഞാനൊരു എഞ്ചിനീയറിംഗ് കോളേജിൽ കമ്പ്യൂട്ടർ സയൻസ് പഠിച്ചിരുന്നു. പക്ഷേ ജീവിത സാഹചര്യങ്ങൾ എന്നെ ഇവിടെ എത്തിച്ചു. അരവിന്ദ് ഞെട്ടി. നിന്റെ പഠനം പൂർത്തിയാക്കാത്തത് എന്തുകൊണ്ട്? ലക്ഷ്മി ഒരു ചെറുവേദനയോടെ പറഞ്ഞു, എന്റെ അച്ഛനൊരു ആക്സിഡന്റിൽ മരിച്ചു. അമ്മ മെന്റലി ഡിപ്രസ്ഡായി. എന്റെ ഇളയ സഹോദരി സ്കൂളിൽ പഠിക്കുന്നു. ഞാൻ ജോലി ചെയ്തില്ലെങ്കിൽ ഞങ്ങളുടെ കുടുംബം നിന്നുപോകും. അരവിന്ദിന്റെ മനസ്സ് നിന്നു. അവന്റെ ജീവിതം എപ്പോഴും ആഡംബരത്തിലായിരുന്നു. ഈ വിഷമങ്ങൾ അവന് അന്യമായിരുന്നു. നിന്റെ കഥ ഇന്നലെ എന്തിനു പറഞ്ഞില്ല? അവൻ ചോദിച്ചു. ലക്ഷ്മി ചിരിച്ചു. നീ എന്നോട് ഭാര്യയുടെ റോൾ ചെയ്യാൻ പറഞ്ഞു, എന്റെ ലൈഫ് സ്റ്റോറി പറയാൻ പറഞ്ഞില്ലല്ലോ. അരവിന്ദിന് ലക്ഷ്മിയോട് ഒരു കടപ്പാട് തോന്നി. അവൻ പറഞ്ഞു, നിന്റെ പെർഫോമൻസിന് ഞാൻ എന്തു തന്നാലും മതിയാകില്ല. ലക്ഷ്മി പറഞ്ഞു, നീ എനിക്ക് പണം തന്നു, അത് മതി. പക്ഷേ അവന് തോന്നി അവൾക്ക് അതിലും കൂടുതൽ അർഹതയുണ്ട്. അടുത്ത ദിവസങ്ങളിൽ അരവിന്ദിന്റെ മനസ്സിൽ ലക്ഷ്മി മാത്രമായിരുന്നു. ഹോട്ടലിന്റെ കോറിഡോറിൽ അവളെ കാണുമ്പോൾ, ക്ലീനിംഗ് കാർട്ട് തള്ളുന്നത് കാണുമ്പോൾ അവന്റെ ഹൃദയം അല്പം കനത്തു. ഒരു ദിവസം ഒരു മീറ്റിംഗിനിടെ ലക്ഷ്മി ഒരു വിദേശ ഗസ്റ്റിനോട് ഫ്ലൂവന്റ് ഇംഗ്ലീഷിൽ സംസാരിക്കുന്നത് അവൻ കണ്ടു. ഇവൾ ആരാണ് ശരിക്കും? അവൻ മനസ്സിൽ ചോദിച്ചു. അവൻ ലക്ഷ്മിയെ വിളിച്ചു. നിന്റെ ഇംഗ്ലീഷ്, നിന്റെ സ്റ്റൈൽ, നിനക്കിവിടെ ജോലി ചെയ്യേണ്ട ആവശ്യമില്ല. നിനക്ക് വലിയ പൊസിഷനുകൾ കിട്ടും. ലക്ഷ്മി ശാന്തമായി പറഞ്ഞു, ചിലപ്പോൾ ഞങ്ങൾക്ക് തിരഞ്ഞെടുക്കാൻ സ്വാതന്ത്ര്യമുണ്ടാകില്ല അരവിന്ദ്. അവൻ പറഞ്ഞു, ഞാൻ നിന്നെ സഹായിക്കാം. ലക്ഷ്മി ചിരിച്ചു. എനിക്ക് സഹായം വേണ്ട, റെസ്പെക്റ്റ് മതി. അവന് ഒരു നിമിഷം ലജ്ജ തോന്നി. അവൻ അവളെ ഒരു വ്യക്തിയായി, അവളുടെ കഥയോടെ ആദ്യമായി കണ്ടു. ദിവസങ്ങൾ കഴിഞ്ഞു. അരവിന്ദ് ലക്ഷ്മിയോട് അടുക്കാൻ തുടങ്ങി. അവളുടെ ശക്തിയും ധൈര്യവും അവനെ ആകർഷിച്ചു. ഒരു ദിവസം അവൻ അവളെ വിളിച്ചു. ഒരു എൻവലപ്പ് നീട്ടി. ഇതെന്റെ കമ്പനിയിൽ ഒരു ജോലി ഓഫർ. നിനക്ക് ഈ ഹോട്ടലിനേക്കാൾ മികച്ച ഒരു ജീവിതം അർഹതയുണ്ട്. ലക്ഷ്മി എൻവലപ്പ് നോക്കി. നിനക്കെന്തിനാണിത്? അവൻ പറഞ്ഞു, നീ എനിക്കൊരു പാഠം പഠിപ്പിച്ചു. മനുഷ്യനെ അവന്റെ പൊസിഷനോ ഡ്രസ്സോ അല്ല, മനസ്സാണ് അളക്കുന്നത്. ലക്ഷ്മി ഒരു ശുദ്ധമായ പുഞ്ചിരി നൽകി. പക്ഷേ അവളുടെ കണ്ണുകളിൽ എന്തോ മറഞ്ഞിരിക്കുന്നുണ്ടായിരുന്നു. അവൾ ഓഫർ സ്വീകരിച്ചു. പക്ഷേ 3 കണ്ടീഷനുകളോടെ. 1, എന്നെ ഒരു ചാരിറ്റി കേസായി കാണരുത്, ഒരു ജോലിക്കാരിയായി കാണണം. 2, നിന്റെ ഇമേജ് മെച്ചപ്പെടുത്താൻ ഞാനൊരു ടൂളല്ല. 3, എന്റെ കുടുംബത്തെ ഞാൻ സപ്പോർട്ട് ചെയ്യും. അരവിന്ദ് ചിരിച്ചു. നിന്റെ ധൈര്യം കണ്ട് ഞാൻ ഞെട്ടിപ്പോകുന്നു. ഡീൽ. ലക്ഷ്മിയുടെ ജീവിതം മാറി. അവൾ അരവിന്ദിന്റെ കമ്പനിയിൽ PR മാനേജരായി. മീറ്റിംഗുകളിൽ ബിസിനസ്സുകാരോട് സംസാരിക്കുമ്പോൾ അവൾ എല്ലാവരെയും ആകർഷിച്ചു. മാധ്യമങ്ങൾ പോലും അരവിന്ദിന്റെ കമ്പനിയെ മാറ്റിമറിച്ച പെൺകുട്ടി എന്നെഴുതി. പക്ഷേ അരവിന്ദിന്റെ മനസ്സിൽ ഒരു ചോദ്യം, ലക്ഷ്മി എന്തോ മറയ്ക്കുന്നുണ്ടോ? ഒരു രാത്രി അവനൊരു മിസ്റ്റീരിയസ് മെസ്സേജ് കിട്ടി. നിനക്ക് ലക്ഷ്മി ആരാണെന്ന് ശരിക്കും അറിയില്ല. അവന്റെ ഹൃദയം മിടിച്ചു. അവൻ ലക്ഷ്മിയുടെ പഴയ റെക്കോർഡുകൾ പരിശോധിച്ചു. ഞെട്ടിക്കുന്ന വിവരം, ലക്ഷ്മി ഒരു ഡിവോഴ്സി. അവളുടെ മുൻ ഭർത്താവ് രാഹുൽ വർമ്മ, ബാംഗ്ലൂരിലെ ഒരു വലിയ ടെക് കമ്പനി ഉടമ, അരവിന്ദിന്റെ ബിസിനസ് എതിരാളി. അരവിന്ദ് ലക്ഷ്മിയെ തന്റെ ഇന്ദിരാനഗറിലെ വീട്ടിലേക്ക് വിളിപ്പിച്ചു. നീ എന്തിനാണ് രാഹുലിന്റെ കാര്യം മറച്ചുവെച്ചത്? അവൻ ദേഷ്യത്തോടെ ചോദിച്ചു. ലക്ഷ്മി ശാന്തമായി പറഞ്ഞു, ഞാൻ പറയാൻ തീരുമാനിച്ചിരുന്നു, പക്ഷേ എങ്ങനെ തുടങ്ങണമെന്ന് അറിയില്ലായിരുന്നു. അവൾ തന്റെ കഥ പറഞ്ഞു. രാഹുൽ അവളെ ഒരു ബിസിനസ് ഡീലിന്റെ ഭാഗമായാണ് വിവാഹം കഴിച്ചത്. അവളുടെ സ്വാതന്ത്ര്യം അവൻ തട്ടിയെടുത്തു. ഡിവോഴ്സിന് ശേഷം അവൻ അവളെ ഭീഷണിപ്പെടുത്തി, അവളുടെ ജീവിതം തകർക്കാൻ ശ്രമിച്ചു. അതുകൊണ്ടാണ് അവളൊരു ക്ലീനറായി എല്ലാവരിൽ നിന്നും ഒളിച്ചു ജീവിച്ചത്. നിന്റെ ആ ഡിന്നർ, അതെന്റെ ജീവിതത്തിന്റെ ഒരു പുതിയ തുടക്കമായിരുന്നു, അവൾ കണ്ണീരോടെ പറഞ്ഞു. അരവിന്ദിന്റെ ദേഷ്യം ഉരുകി. രാഹുൽ ഇപ്പോൾ നിന്റെ ജോലിയെക്കുറിച്ചറിയാമോ? അവൻ ചോദിച്ചു. ലക്ഷ്മി പറഞ്ഞു, അവനറിയാം. അവൻ എന്നെ വീണ്ടും ഭീഷണിപ്പെടുത്താൻ ശ്രമിച്ചു, പക്ഷേ ഞാനിനി പേടിക്കില്ല. അവൻ അവളെ നോക്കി. ഒരു വല്ലാത്ത ബഹുമാനം തോന്നി. അവൻ കരുതിയിരുന്നത് താൻ ലക്ഷ്മിയെ രക്ഷിച്ചുവെന്നാണ്. പക്ഷേ ശരിക്കും അവൾ തന്നെയാണ് സ്വയം രക്ഷിച്ചത്. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം ബാംഗ്ലൂരിലെ UB സിറ്റിയിൽ ഒരു വലിയ ബിസിനസ് ഗാലയ്ക്ക് അവർ ഒരുമിച്ചുപോയി. അവിടെ പെട്ടെന്ന് രാഹുൽ വർമ്മ പ്രത്യക്ഷപ്പെട്ടു. നിന്നെ ഇവിടെ കാണുമെന്ന് വിചാരിച്ചില്ല ലക്ഷ്മി, അവൻ ഒരു പുച്ഛത്തോടെ പറഞ്ഞു. ലക്ഷ്മി ധൈര്യമായി മറുപടി നൽകി. നിനക്ക് എന്നെ തടയാൻ ഇനി കഴിയില്ല രാഹുൽ. രാഹുൽ ഒരു ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ നടത്തി. നിന്റെ ഡിവോഴ്സ് പേപ്പർ ഞാൻ ഒപ്പിട്ടിട്ടില്ല. നീ ഇപ്പോഴും എന്റെ ഭാര്യയാണ്. ഞാൻ നിന്നെ കോർട്ടിൽ വലിച്ചിഴയ്ക്കും.
ലക്ഷ്മി ഞെട്ടി അരവിന്ദ് ദേഷ്യത്തോടെ ഇടപെട്ടു. നിനക്കവളെ തൊടാൻ ഞാൻ സമ്മതിക്കില്ല. രാഹുൽ പോകുമ്പോൾ നിനക്ക് 2 ദിവസം സമയം, അല്ലെങ്കിൽ ഞാനൊരു കേസ് ഫയൽ ചെയ്യും എന്ന് പറഞ്ഞു. ആ രാത്രി ലക്ഷ്മി അരവിന്ദിന്റെ വീട്ടിൽ കരഞ്ഞു. എങ്ങനെ അവൻ ഇങ്ങനെ ചെയ്യാൻ കഴിഞ്ഞു? അവൻ അവളെ ആശ്വസിപ്പിച്ചു. നമുക്കൊരു വഴി കണ്ടെത്താം. അവൻ തന്റെ ലോയറെ വിളിച്ചു. അവർ കോർട്ടിൽ ഒരു കേസ് ഫയൽ ചെയ്തു. ലക്ഷ്മിയുടെ ഡിവോഴ്സ് നിയമപരമായി പൂർത്തിയാക്കാൻ. ലക്ഷ്മി രാഹുലിന്റെ ഭീഷണി മെസ്സേജുകളും മോശം പെരുമാറ്റത്തിന്റെ തെളിവുകളും കോർട്ടിൽ ഹാജരാക്കി. കോർട്ടിൽ ജഡ്ജി തെളിവുകൾ പരിശോധിച്ചു. ലക്ഷ്മി ഒരുപാട് അനുഭവിച്ചു. ഈ വിവാഹം റദ്ദാക്കപ്പെടുന്നു, ജഡ്ജി വിധിച്ചു. ലക്ഷ്മി സന്തോഷത്താൽ കരഞ്ഞു. അരവിന്ദ് അവളുടെ കൈ പിടിച്ചു. രാഹുൽ തലകുനിച്ചു കോർട്ട് വിട്ടു. ആദ്യമായി തോൽവി അറിഞ്ഞു. ആഴ്ചകൾ കഴിഞ്ഞു. ഒരു സായാഹ്നം അരവിന്ദിന്റെ ഇന്ദിരാനഗറിലെ ടെറസിൽ അവർ ഒരുമിച്ചിരുന്നു. നിന്നെ ആ ഡിന്നറിന് വിളിച്ചപ്പോൾ നീ എന്റെ ജീവിതം മാറ്റുമെന്ന് ഞാൻ വിചാരിച്ചില്ല, അരവിന്ദ് പറഞ്ഞു. ലക്ഷ്മി ചിരിച്ചു. ഞാനും വിചാരിച്ചില്ല. ഒരാഴ്ച കഴിഞ്ഞ് ബാംഗ്ലൂരിലെ ഒരു ചെറിയ ക്ഷേത്രത്തിൽ അവർ വിവാഹിതരായി. അടുത്ത സുഹൃത്തുക്കൾ മാത്രമുണ്ടായിരുന്ന ഒരു ലളിതമായ ചടങ്ങ്. ഒരു ചെറിയ നുണയിൽ തുടങ്ങിയ കഥ ധൈര്യത്തിന്റെയും സ്നേഹത്തിന്റെയും ഒരു വലിയ യാത്രയായി മാറി.